അരുവിക്കരയിലെ NDA സ്ഥാനാർത്ഥി വിവേക് ഗോപിനാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. മുൻ മന്ത്രിയും തിരുവനന്തപുരത്തെ സിറ്റിംഗ് MLA-യുമായിരുന്ന ആന്റണി രാജു ഒരു ആരോപണം ഉന്നയിച്ചു. അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP-യും തമ്മിൽ ഡീലാണ് എന്നും താങ്കളെ നിർത്തിയത് ശിവകുമാറിന് വോട്ട് മറിച്ചു കൊടുക്കാനെന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഡീലുണ്ടോ ഇവിടെ? അങ്ങനെയുള്ള ഈ പറഞ്ഞുള്ള വില പോകാത്ത ഈ അപവാദങ്ങളിലൊന്നും എന്താ പറയുക, നമ്മൾ ചെവി കൊടുക്കാറില്ല. പിന്നെ മാത്രമല്ല, ഇതൊക്കെ ഇവരുടെ ഓരോരോ ടാക്ടിക്സ് ആണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ജനങ്ങളിപ്പം ഈ കാതോർക്കുന്നതും ഒക്കെ നമ്മുടെ വികസനത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ജനങ്ങൾക്ക് കേൾക്കാനും ചെവി കൊള്ളാനും ആഗ്രഹം. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇതനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ് വാഗ്ദാനങ്ങൾ കൊടുത്തു പോകുന്ന ആൾക്കാരല്ല, നമുക്ക് കാര്യങ്ങൾ ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി ഇല്ല എന്നാണ്. ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരു ആരോപണങ്ങളായിട്ട് എടുക്കാനുള്ള താല്പര്യമേ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പക്വതയോടുകൂടിയും നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു ആരോപണമേ അല്ല. കാരണം ഇതെല്ലാം ചെവി കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. കാരണം ബാക്കിയുള്ള ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചു വിടാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള അവരുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടിയിട്ടുള്ള രീതിയിൽ അവർ പറയുന്ന ഓരോ ആരോപണങ്ങൾ മാത്രമാണ്. അങ്ങനെ ഡീലും കാര്യങ്ങളും ഒന്നും ഇതുവരെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വെക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇന്നോ ഇന്നലെയോ വന്ന പാർട്ടിയല്ല. ബാക്കിയുള്ള പാർട്ടികൾ ഇപ്പം ഷട്ടർ ഇടാറായിരിക്കുന്ന ഒരു പാർട്ടികളാണ്. ഇടതായാലും വലുതായാലും അവരുടെയൊക്കെ ഷട്ടർ ഇടാറായി എന്നുള്ള രീതിയിലേക്ക് പോകുന്ന പാർട്ടികളാണ്. അതിൽ നിന്ന് തന്നെ ഈ ഒത്തിരി ഒഴുക്കുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നതും പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു പാർട്ടിയിലേക്ക് ഇങ്ങനെ ഡീൽ ഉറപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് ഒരു വിധത്തിലും പറയാനുള്ള ചാൻസ് ഇല്ല. എല്ലാവിധ ആശംസകളും. എന്തായാലും NDA സ്ഥാനാർത്ഥിയും പ്രതീക്ഷയോടെ അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. പ്രിയനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.